എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DQ ഒരു മലയാള നടന്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതും മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രത്തിന്റെ ആ ഒരു വൻപൻ റെക്കോർഡും ഒരു അന്യഭാഷാ ചിത്രത്തിലൂടെ മറികടന്നെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനം ചെയ്യുന്ന DQവിന്റെ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ കാന്ത. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി പുറത്തുവന്ന 2 പോസ്റ്ററിലൂടെ തന്നെ വൻപൻ ഹൈപ്പാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. ഇപ്പോഴിതാ കാന്ത എന്ന സിനിമയെ സംബന്ധിച്ച് പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ OTT ഡീല് റെക്കോർഡ് തുകക്ക് നടന്നെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ OTT ഡീല് എത്ര രൂപക്ക് നടന്നെന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായ എമ്പുരാന്റെ OTT ഡീലിനേക്കാളും വലിയൊരു തുകക്കാണ് കാന്തയുടെ OTT ഡീൽ നടന്നെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം എമ്പുരാന് 50 കോടി രൂപയോളം OTT ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ കാന്ത എന്ന സിനിമക്ക് അതിന് മുകളിൽ ഒരു OTT ഓഫർ ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത്രയും വലിയ തുകക്ക് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു ചിത്രത്തെ സമീപിക്കാനുള്ള പ്രധാന കാരണം DQവിന്റെ കഴിഞ്ഞ അന്യഭാഷാ ചിത്രമായ ലക്കി ഭാസ്കർ അമ്മാതിരി നേട്ടമാണ് നെറ്റ്ഫ്ലിക്സിനെ സ്വന്തമാക്കി കൊടുത്തത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ട ഇന്ത്യൻ ചിത്രമായിട്ടും ഏറ്റവും നാൾ കൂടുതൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതിരുന്ന ചിത്രവുമായിട്ട് ലക്കി ഭാസ്കർ അന്ന് മാറിയിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് DQവിന്റെ താരമൂല്യവും കൊണ്ടൊക്കെ തന്നെയായിരിക്കാം ചിത്രത്തിന് ഇത്രയും, അതായത് എമ്പുരാന് മുകളിലുള്ള ഒരു OTT ഓഫർ ലഭിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് DQവിന്റെ കുറെ നാളുകൾക്ക് ശേഷമുള്ള മലയാള ചിത്രത്തിന്റെ പ്രഖ്യാപനവും വന്നിരുന്നു. നിഹാസാണ് ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മലയാള നടന്മാരിൽ ഏറ്റവും താരമൂല്യമുള്ള നടനായിട്ട് DQ മാറിക്കഴിഞ്ഞു. എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.